തൃശൂരിലെ കോൺഗ്രസ് ബി.ജെ.പി. സഖ്യം ഓപ്പറേഷൻ ലോട്ടസിന്റെ ഭാഗമായാണെന്ന് സൂചന. കൂറുമാറുന്നത് സംബന്ധിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ ചർച്ച നടന്നിരുന്നു. ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെയാണ് കൂറുമാറ്റം നടന്നതെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. ഡീലിന് മുന്നേ കോൺഗ്രസ് അംഗങ്ങളോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാരംഗ്, നേരത്തെ ഔസേപ്പ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ രാജിക്കത്ത് ആദ്യം ലഭിച്ചത് ബി.ജെ.പിക്കാണ്. അതിനുശേഷമാണ് മാധ്യമങ്ങൾക്കടക്കം കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിനടക്കം പിന്നീട് ലഭിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പണമിടപാട് നടന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിലടക്കം, അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിലും ത്രിപുരയിലും അടക്കം നടന്ന ഓപ്പറേഷൻ ലോട്ടസിന് സമാനമാണ് മറ്റത്തൂരിൽ നടന്നതെന്ന് വ്യക്തമാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ കൂറുമാറ്റം, അതായത് തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ കോൺഗ്രസിലെ മറ്റത്തൂർ കോൺഗ്രസിലെ 8ഓളം വരുന്ന UDF അംഗങ്ങളുടെ കൂറുമാറ്റം, അത് ഓപ്പറേഷൻ ലോട്ടസിന്റെ ഭാഗമായിട്ടാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിൽ ഇവർ ഡീൽ ഉറപ്പിച്ചിരുന്നു. അത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ, വന്നതിന് ശേഷം തന്നെ ഈ മണ്ഡല അടിസ്ഥാനത്തിൽ BJPയും കോൺഗ്രസുമായി ചർച്ചകൾ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മണിക്കൂറുകൾ മുൻപ് ഈ കോൺഗ്രസിന്റെ 8 UDF അംഗങ്ങൾ BJPയിലേക്ക് ചേർന്നത്, അല്ലെങ്കിൽ BJPയുമായി സഖ്യമുണ്ടാക്കിയത്. ഇത് പ്രധാനമായും BJPയുടെ ആവശ്യപ്രകാരം, അതായത് BJP പിന്തുണ നൽകണമെങ്കിൽ BJP ആദ്യമേ തന്നെ വെച്ചിരുന്ന ഒരു ഡീൽ ഇങ്ങനെയായിരുന്നു: കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മത്സരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല, മറിച്ച് രാജിവെച്ച് സ്വതന്ത്രരാവുകയാണെങ്കിൽ ഉറപ്പായും പിന്തുണയ്ക്കാം എന്ന ഒരു ഡീൽ ഉണ്ടായിരുന്നു. ഈ ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് 8 UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുൻപ് രാജിവെച്ചതും. അതുപോലെ തന്നെ ഈ രാജിക്കത്ത് ഒരു ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ടത് DCC ആണ്, അതായത് ജില്ലാ നേതൃത്വത്തെയാണ്. എന്നാൽ യാതൊരു വിധത്തിലുള്ള അറിയിപ്പും ജില്ലാ നേതൃത്വത്തിന് നൽകാതെ അതിന്റെ ഈ കത്തടക്കം ആദ്യം എത്തിയത് മറ്റത്തൂരിലെ BJPയിലെ നേതാക്കൾക്കാണ്. ആ രാജിക്കത്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം, അതായത് ഈ 8 അംഗങ്ങൾ രാജിവെച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് 4ഓളം വരുന്ന BJP അംഗങ്ങളുടെ പിന്തുണ ഇത്തരത്തിൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഔസേപ്പ്, അതായത് കോൺഗ്രസിന്റെ വിമതൻ, ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഈ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു പോയിരുന്നു. എന്നാൽ അതിനൊക്കെ കൂടുതൽ ശക്തി പകരുന്ന തെളിവുകളും വിവരങ്ങളുമാണ് നിലവിൽ പുറത്തു വരുന്നത്. ഒരു പക്ഷേ പണമിടപാട് ഉൾപ്പെടെ നടന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം പോലും ഔസേപ്പ് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ തന്ത്രം തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് മുൻപേ മണ്ഡലാടിസ്ഥാനത്തിൽ പലപ്പോഴായിട്ട് ഇത്തരത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. അതേപോലെ തന്നെ ഈ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള TM ചന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്ന സൂചനകളും പുറത്ത് വരുന്നുണ്ട്. സിജു, സാരംഗ്, ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂറുമാറ്റം 8 കോൺഗ്രസ് MLA-മാർ കൂറുമാറി ആ ദിവസം തന്നെ വളരെ കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു. മറ്റൊരു ഓപ്പറേഷൻ ലോട്ടസ് ആണ്. പിന്നീടാണ് കോൺഗ്രസ് വിമതനായ ഔസേപ്പ് തന്നെ മാധ്യമങ്ങളോട് പറയുന്നു, ഒരു 15 ലക്ഷം രൂപയുടെ കണക്കടക്കം, BJP നൽകിയ 15 ലക്ഷം രൂപയുടെ കണക്കടക്കം അന്ന് ഈ ഔസേപ്പ് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഒരുപക്ഷെ മറ്റത്തൂർ എന്ന് പറഞ്ഞാൽ ഒരു സൂചന മാത്രമാണ്. കേരളത്തിലെമ്പാട് നേരത്തെ സാരംഗ് പറഞ്ഞ പോലെ തന്നെ മണ്ഡലാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ, ഡീലുകൾ നടന്നിരുന്നു. വലിയ പണമൊഴുക്ക് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ അതിന്റെ ഭാഗമായിരുന്നോ ഈ ചന്ദ്രൻ? തീർച്ചയായും അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ BJPയുമായിട്ടുള്ള ഒരു സഖ്യം ചേരലുണ്ടായിട്ടുള്ളത്. ഒന്ന് മറ്റത്തൂരിലും അതുപോലെ തന്നെ പാർളം ഗ്രാമപഞ്ചായത്തിലുമാണ്. പാർളം ഗ്രാമപഞ്ചായത്തിൽ ഒരു UDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടുകൂടി BJP അധികാരത്തിലെത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിലുപരി ഈ പറഞ്ഞ, അതായത് കഴിഞ്ഞ ദിവസം ഔസേപ്പ് തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഈ 5 നേതാക്കളാണ് ഇത്തരത്തിൽ ഈ കൂറുമാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്നാണ്. അതിൽ ഈ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉൾപ്പെടെ പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ 5 പേരുടെ നേതൃത്വത്തിലാണ് ഈ മറ്റത്തൂരിലെ നിലവിലെ ഈ കൂറുമാറ്റം നടന്നിട്ടുള്ളത് എന്ന കാര്യം തന്നെയാണ് സംശയിക്കുന്നത്. കാരണം പ്രധാനമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കുമ്പോൾ അതിന്റെ രാജിക്കത്ത് ആദ്യമേ തന്നെ അറിയിക്കേണ്ടത് അതിന്റെ ജില്ലാ നേതൃത്വത്തെയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നാൽ, ഈ ആദ്യമേ തന്നെ ഈ രാജിക്കത്ത് എത്തുന്നത് BJPയുടെ
തന്നെ പ്രാദേശിക നേതാക്കൾക്കിടയിലാണ്. DCC ആ സമയം പോലും അറിഞ്ഞിട്ടില്ല. തങ്ങളുടെ പക്ഷത്ത് നിന്നിരുന്ന 8 UDF അംഗങ്ങൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചെന്നുള്ള കാര്യം അപ്പോൾ പോലും DCC പോലും അറിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് മാധ്യമങ്ങൾക്ക് പോലും ഈ കത്ത് 8 പേർ രാജിവെച്ചു എന്നുള്ളതിന്റെ കത്തുകൾ പോലും മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ മണ്ഡല അടിസ്ഥാനത്തിൽ വിപുലമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പണമിടപാട് പോലും നടന്ന്, അല്ലെങ്കിൽ അത്തരം പണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ആയിരിക്കും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതെന്നാണ്. എന്തായാലും മറ്റത്തൂരിലെ ഈ കൂറുമാറ്റത്തിന് പിന്നിൽ ഈ TM ചന്ദ്രനെ ഉൾപ്പെടെ വലിയ രീതിയിൽ സംശയിക്കുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. സിജു.